നമസ്കാരം. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മമ്മൂട്ടി പ്രധാന റോളിൽ അഭിനയിച്ച ഒരു സിനിമയാണ് ദ കിങ് എന്ന പേരിലുള്ള സിനിമ. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമയാണ്. ആ സിനിമയിൽ മമ്മൂട്ടി ഒരുപാട് ഡയലോഗുകൾ പറയുന്നുണ്ട്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ മുഖത്ത് നോക്കി, മേലുദ്യോഗസ്ഥന്റെ ഒക്കെ മുഖത്ത് നോക്കി സാധാരണക്കാരൻ പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ. സാധാരണക്കാരൻ അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ അവൻ ഉള്ളിൽ പോകും. എന്തായാലും മമ്മൂട്ടി അത്തരത്തിലുള്ള ചില വാക്കുകൾ ഇവിടെ രാഷ്ട്രീയക്കാരോടും അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരോടും ഒക്കെ ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നും ആ സിനിമയിലെ ഡയലോഗുകൾ സാധാരണക്കാരന്റെ ഒക്കെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. മമ്മൂട്ടി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, അല്ലെങ്കിൽ അതിന്റെ തിരക്കഥാകൃത്ത് എഴുതിയ ഏറ്റവും നല്ല ഒരു ഡയലോഗ്, അർഹിക്കാത്തത് വീണ് കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം എന്ന് തുടങ്ങുന്ന ഒരു ഡയലോഗാണ്. ഇന്ന് കേരള ജനത ഒന്നടങ്കം ആ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മേയറും ഭർത്താവ് MLA-യും കൂടി കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇത് അർഹിക്കാത്തത് വീണ് കിട്ടിയ അല്പന്റെ ധാർഷ്ട്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു മേയർ പെരുമാറേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു MLA പെരുമാറേണ്ടത്? സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരെ സേവിക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികളായി, MLA-ആയി, മേയറായി ഔദ്യോഗിക വാഹനങ്ങളിൽ സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് സഞ്ചരിക്കുന്നു, സുഖിച്ച് ജീവിക്കുന്നു, ഔദ്യോഗിക വസതി കിട്ടുന്നു, എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്നു. ഇത്തരത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ആകുമ്പോൾ സാധാരണക്കാരന്റെ മെക്കിട്ട് കയറുന്ന ഒരു രീതി, തീർച്ചയായും അർഹിക്കാത്തവർക്ക് ഇത്തരത്തിലുള്ള അധികാരം കിട്ടുമ്പോഴാണ് ഇത്തരത്തിലൊക്കെ ചെയ്തു കൂട്ടുന്നത്. ജനങ്ങൾ ഒന്നടങ്കം അത്തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഇവരെക്കുറിച്ച് പലപ്പോഴും പലതരത്തിലുള്ള വാർത്തകളും സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചിട്ടുണ്ട്. അതായത് പാർട്ടി സെക്രട്ടറിക്ക് കത്തെഴുതി ചില കാര്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള പല ഇടപെടലുകളും ഇവർ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വാർത്തയായിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് ഇവരുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു വാർത്ത പുറത്തു വരികയാണ്. ഒരു KSRTC ബസ്സിനെ ഇവർ മറികടക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ KSRTC ഡ്രൈവർ, നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം സിറ്റിയിലെ ഒരു തിരക്ക്. അത്ര പെട്ടെന്നൊന്നും പുറകിൽ വരുന്ന ഒരു വാഹനത്തെ അങ്ങനെ കടത്തിവിടാൻ കഴിയില്ല. എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടത്ത് വെച്ചാണ് ഇവർ ഈ വാഹനത്തെ മറികടക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. KSRTC ഡ്രൈവർ ഇവർക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല. അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. ഇത്രയും വലിയൊരു വാഹനം ഒരു വലിയ സിറ്റിക്കുള്ളിലൂടെ ഓടിച്ചു പോകുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. യദു എന്നാണ് ആ KSRTC ഡ്രൈവറുടെ പേര്. അവസാനം മേയർ ആര്യ രാജേന്ദ്രന്റെ വാഹനം ഈ KSRTC ബസ്സിന് കുറുകെ കൊണ്ടു ചെന്നിട്ട് ഈ KSRTC ഡ്രൈവറെ അനാവശ്യം പറയുന്നു. ആദ്യം വാഹനത്തിൽ നിന്നും ഇറങ്ങിച്ചെന്നത് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ആണ്. ഈ KSRTC ഡ്രൈവറുടെ അച്ഛന് വിളിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ KSRTC ബസ്സിൽ ഒരു ഡ്രൈവർ മാത്രമല്ല ഉള്ളത്, ഒരുപാട് യാത്രക്കാരുണ്ട്. ഈ യാത്രക്കാരെയൊക്കെ നോക്കിക്കൊണ്ടാണ് ഇവർ ഇവിടെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ KSRTC ഡ്രൈവറുടെ അച്ഛൻ വിളിക്കുന്നത്. ആരാണ് സംസാരിക്കുന്നത് എന്ന് KSRTC ഡ്രൈവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ റോഡ് തന്റെ അച്ഛന്റെ വകയല്ല എന്ന് ഈ യദു എന്ന് പറയുന്ന KSRTC ഡ്രൈവർ MLA-യോട് പറഞ്ഞു. ഇത് കേട്ടപാടെ കാറിൽ നിന്നും ചാടി ഇറങ്ങി ഒരു യുവതി വന്നുകൊണ്ട് ഈ KSRTC ഡ്രൈവർക്കെതിരെ അസഭ്യം പറയുന്നു. ഈ KSRTC ഡ്രൈവറോട് മോശമായി പെരുമാറുന്നു. കുറച്ചു നേരം ഈ വാഹനം, ഈ ഗതാഗതം തടസ്സപ്പെടുത്തുന്നു. അവസാനം പോലീസ് എത്തുന്നു. ഈ KSRTC ഡ്രൈവറെ പിടിച്ചുകൊണ്ടുപോയി കേസെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. എന്തായാലും ഈ വിഷയം പൊതുജനങ്ങൾ അറിഞ്ഞതോടുകൂടി, ഇതിന്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോകളും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി, വാർത്തകൾ പുറത്തു വന്നതോടുകൂടി പൊതുജനം ഒറ്റക്കെട്ടായി ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് അർഹിക്കാത്തത് വീണ് കിട്ടിയ അല്പന്റെ ധാർഷ്ട്യമാണ്. ഇവർക്കൊന്നും ഇത്തരത്തിലുള്ള പദവികൾ പറഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പദവികൾ ഇരുത്തരുത്. അതായത് മേയറുടെ പദവിയിൽ ഇരുത്തരുത്, MLA-യുടെ പദവിയിൽ ഇരുത്തരുത്. ഇത്തരത്തിലുള്ള പദവികൾ ഇവർക്ക് കൊടുത്താൽ സാധാരണക്കാർക്ക് സ്വൈരമായി ജീവിക്കാൻ ഇവർ അനുവദിക്കില്ല. ഈ MLA-ക്കും അതുപോലെ തന്നെ മേയർക്കും ഇത്തരത്തിൽ KSRTC ബസ് ഇങ്ങനെ മോശമായ രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ ഇവർക്ക് കടന്നു പോകാൻ വഴിയൊരുക്കുന്നില്ല എന്നൊരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്താണ് ഈ മേയറും MLA-യും ചെയ്യേണ്ടത്? പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞാൽ ഈ KSRTC ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടൂ. കാരണം രണ്ടുപേരും ഉന്നത പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ്. അതിന് പകരം ഇവർ ചെയ്തത് ഈ ബസ്സിനെ തടയുകയാണ്. അതായത് ഗുണ്ടായിസമാണ് കാണിച്ചത്. മേയർ എന്ന പദവി ജനങ്ങൾ കൊടുത്ത പദവിയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച്
ജനങ്ങളാണ് ഇവരെ ഈ പദവിയിൽ ഇരുത്തിയത്. ജനങ്ങളാണ് ഇവർക്ക് ഔദ്യോഗിക വാഹനം കൊടുത്തത്, ഔദ്യോഗിക വസതി കൊടുത്തത്. ജനങ്ങളാണ് അധികാരം കൊടുത്തത്. ജനങ്ങൾ കൊടുത്ത അധികാരവും വാഹനവും ഔദ്യോഗിക വസതിയും പദവിയും ഒക്കെ ഉപയോഗിച്ച് ജനങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നു. ഈ KSRTC ഡ്രൈവറെയാണ് ഇവർ ലക്ഷ്യം വെച്ചതെങ്കിൽ കുറച്ചു സമയത്തേക്കെങ്കിലും ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും അസ്വസ്ഥരായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്ന ഇത്തരത്തിലുള്ള ആളുകളെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തണം. അഹങ്കാരികളാണ്, ഇത്തരത്തിലുള്ള അഹങ്കാരികളെ മാറ്റി നിർത്തണം. ഇവർക്ക് അർഹിക്കാത്തത് വീണ് കിട്ടിയതിന്റെ ഒരു തിളപ്പാണ്. ഇവർ അർദ്ധരാത്രിയിലും കുട ചൂടുമെന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തത് അതാണ് ഏറ്റവും വലിയ രസം. അതായത് മോശമായ രീതിയിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഈ KSRTC ഡ്രൈവർ പെരുമാറി എന്നുള്ളതാണ്. അലസമായി അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞാൽ അത് ജാമ്യം കിട്ടാവുന്ന ഒരു വകുപ്പാണ്. എന്നാൽ ഈ KSRTC ഡ്രൈവർക്ക് ജാമ്യം കിട്ടരുത്, ഇയാളുടെ ജോലി പോലും പോകണമെന്ന രീതിയിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഇവർ പെരുമാറിയിരിക്കുന്നു. ഇവരോട് മോശമായി പെരുമാറി, സ്ത്രീത്വത്തെ അപമാനിച്ചു. അത്തരത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പരാതി കെട്ടിച്ചമച്ചിരിക്കുന്നു. അവസാനം KSRTC ഡ്രൈവറോട് പോലീസ് പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. അതായത് ഇത് ഈഗോ ക്ലാഷ് ആണ്. നിങ്ങൾ ഇവർക്ക് മുകളിലാണ് നിങ്ങളുടെ പദവിയെങ്കിൽ പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ തന്ന പരാതിയിൽ നടപടിയെടുക്കാൻ തൽക്കാലം നിർവാഹമില്ല. ഒരാൾ MLA ആണ്, ഒരാൾ മേയറാണ്. ഈ രണ്ടു പേരുടെയും അഹങ്കാരം, അധികാരം അത് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ കേസെടുക്കേണ്ടി വരുന്നത്. കേസെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിട്ടുള്ളത് അവരുടെ പദവിയാണ്. നിങ്ങളാണ് കുറച്ച് മുകളിലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇത്തരത്തിൽ ജനങ്ങളെ ധിക്കരിക്കുന്ന, ജനങ്ങളുടെ വോട്ട് നേടി ജനങ്ങളുടെ പണം കൊണ്ട് ജനങ്ങൾക്കെതിരെ കളിക്കുന്ന ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളെ നിലക്കു നിർത്താൻ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളാണ്, അത്തരത്തിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.